അസ്സലാമലൈക്കും. നമസ്കാരം. ഞാൻ സിദ്ദീഖ് വണ്ടൂരാണ്. ഒരു കിലോ ചിക്കൻ ആട്ടോ. നല്ല ടേസ്റ്റോട് കൂടി നല്ല ഗ്രേവിയോട് കൂടി എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് 1 കിലോ ചിക്കനക്ക് 2 വലിയ ഉള്ളി, 2 തക്കാളി, ഒരു 5-6 പച്ചമുളക് അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 കുഞ്ഞുള്ളി, ഒരു 8-10 വെളുത്തുള്ളി, ചെറിയൊരു ഇഞ്ചി കഷ്ണം, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെക്കുക. ഒന്ന് വാടി കിട്ടാനാണ് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മസാലകൾ ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണ് ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടു. പിന്നെ ഒരു ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി, ചെറിയൊരു സ്പൂണ് ഫുള്ള് മഞ്ഞൾപ്പൊടി. അതിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിക്കഴിഞ്ഞിട്ട് അത് പരന്ന ഒരു പാത്രത്തിലോട്ട് ഒഴിവാക്കുക. ഒന്ന് തണുക്കട്ടെ. ഇനി ആ പാത്രം തന്നെ ഗ്യാസും വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ അതിലോട്ടിടുക. ഒരു വെള്ള കളറാവുള്ളൂ. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഒരു വെള്ള കളറായി വരുവോളം ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് ആ വാട്ടി ഉണ്ടാക്കിയ ഉള്ളി തക്കാളി ഇതിലോട്ട് പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 4-5 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കാനാണ്. ആ ചിക്കനക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കുക. ഇനി ഇത് ഒരു 1/4 ഗ്ലാസ് വെള്ളം പറഞ്ഞ ജാറിലോട്ട് ഇത് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ആ ചിക്കനിലോട്ട് ഒഴിക്കുക. ഇതുപോലെ നല്ല ഗ്രേവിയോട് കൂടി അരഞ്ഞു വരണം. എന്നിട്ട് ആ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ജാർ ഒന്നും കൂടി ചുഴറ്റിയെടുത്ത് ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതിലോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് ഗ്യാസ് ഓഫാക്കുക. നല്ല ഗ്രേവി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ഇതിലോട്ടും നല്ല മാച്ചായിരിക്കും. നല്ല ഗ്രേവിയോട് കൂടി നല്ലൊരു ചിക്കൻ കറി കിട്ടും. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും.